ഓണം എന്ന് പറയുമ്പോൾ മഹാബലി തമ്പുരാൻ പ്രജകളെ കാണാൻ വരുന്ന ഒരു ദിനമാണല്ലോ ഓണം. അപ്പോൾ ഈ കാണാൻ വരുന്ന മഹാബലി തമ്പുരാൻ്റെ പ്രതിരൂപം തന്നെയാണ് ഈ ഓണേശ്വരൻ, അതായത് ഓണപ്പട്ടൻ എന്ന് പറയുന്നത്. മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താറ്റിയപ്പോൾ തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ഒരു വരം കൊടുത്തിട്ടുണ്ട്. പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പ്രജകളടുത്ത് ദാനശീലനായ മഹാബലി തമ്പുരാൻ ഒരിക്കലും ഇനിയും ദാനം ചെയ്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പ്രകാരമാണ് ഈ ഓണപ്പട്ടൻ സംസാരിക്കില്ല, ഓണപ്പൊട്ടൻ എന്നാണ് പറയുന്നത്. ശരിക്കും അതിൻ്റെ നാമധേയം ഓണേശ്വരൻ എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. ഓണേശ്വരൻ എന്ന് പറയുമ്പോൾ ഇത് വടക്കൻ കേരളത്തിലെ ഈ തെയ്യത്തിൻ്റെ രൂപമായിട്ട് സാദൃശ്യപ്പെടുത്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേഷവിധാനങ്ങൾ തിരുമുടിയും വാഴപ്പോള കൊണ്ട് ചീന്തി ഉണ്ടാക്കിയ ചാമരവും താടിയും കാണി, ചോപ്പ്, കച്ചിങ്കര, ഉറുക്കുംപടി, കയ്യിലുള്ള ആഭരണങ്ങൾ, അത് എല്ലാം വരുന്നത് തന്നെ ഈ തെയ്യത്തിൻ്റെ ചമയങ്ങളാണ്. ഇതിൻ്റെ ചമയങ്ങളൊക്കെ വരുന്നത് ഓലക്കുടയും ഓട്ടിൻ്റെ മണിക്കിലുക്കവുമായിട്ടാണ് ഓണപ്പട്ടൻ ഓണേശ്വരൻ എല്ലാ വീടുകളിലും എത്തുന്നത്. ഈ വീടുകളിൽ പോകുമ്പോഴത്തേക്കും വീടുകളിലെ ആളുകൾ ഓണം നാളിൽ നമ്മൾ സ്വീകരിക്കാനായി അവിടെ വിളക്കും നിറനാഴിയും ദക്ഷിണയും കോടിമുണ്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഓരോ വീട്ടിലും കയറി അവരെല്ലാം അനുഗ്രഹിച്ചിട്ട് വരുന്നതാണ് ഓണേശ്വരൻ. മലയാളിയായാൽ ഓണം ആഘോഷിക്കാതെ പറ്റില്ല. അതിന് ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും തിരുവോണത്തിന് ആർപ്പ് വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഹോം ഓഫ് ലവിൽ എത്തിയിരിക്കുന്നത്. ആരോരുമില്ലാതെ വലിച്ചെറിയപ്പെട്ടവർ എന്ന് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നില്ല. വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയപ്പെട്ടവർ, അവരെ തേടിയാണ് ഫ്ലവേഴ്സ് ഓണരഥം എത്തി നിൽക്കുന്നത്. ഓണത്തിൻ്റെ മധുരം അവരുടെ ജീവിതത്തിൽ പടർത്താൻ നമുക്ക് ഒരുമിച്ച് ആർപ്പ് വിളിക്കാം. അപ്പോൾ എല്ലാവരോടും ചേർന്ന് നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. മദർ സുപ്പീരിയനെ ഒന്ന് സ്വാഗതം ചെയ്യാം. നമുക്കൊന്ന് നല്ലൊരു കൈയടി കൊടുക്കാം. മദർ സുപ്പീരിയനെ ഒന്ന് സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഈ ഒരു ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട്. പ്ലീസ് മാഡം. അപ്പോൾ മദർ സുപ്പീരിയർ, വളരെ സന്തോഷം നമ്മൾ ഈ ഒരു ഹോം ഓഫ് ലവിൽ നമ്മുടെ ഒരു കേരള ടൂറിസം ഫ്ലവേഴ്സ് ഓണരഥം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചെന്ന് വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇത്രയും അമ്മമാരെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം. ഈ വർഷത്തെ ഓണം വളരെ വളരെ സന്തോഷമുള്ള ഓണമായിരിക്കും എനിക്കും ഞങ്ങളുടെ ക്രൂവിനും. രണ്ടുപേർക്കും സംസാരിക്കാം പ്ലീസ്. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെ സ്നേഹഭവനത്തിൻ്റെയും കോട്ടുള്ളി യുവതാര ക്ലബിൻ്റെ കൂടെയും ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നു. അതുപോലെ ഓണരഥം എന്ന ഈ ഫ്ലവേഴ്സ് TV-യുടെ ഈ ഒരു പ്രോഗ്രാം ഹോം ഓഫ് ലവിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓണത്തെക്കുറിച്ച് രണ്ടു വാക്ക്. എന്തായാലും ഓണത്തിന് ഈ ജാതിമത ഭേദമന്യേ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓണത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം. ഓണം നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലേ.
എല്ലാവർക്കും ഓണം ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങളുടെ ഈ സ്നേഹ സമൂഹവും ഈ സ്നേഹഭവനവും എപ്പോഴും പിന്നെ ഓണം ആഘോഷിക്കാറുണ്ട്. ഞങ്ങളിവിടെ ജാതിമത ഭേദമന്യാണ് ഞങ്ങളിവിടെ അമ്മമാരെയും അപ്പച്ചന്മാരെയൊക്കെ എടുക്കുന്നത്. വർണ്ണവർഗ വിശ്വാസങ്ങളും ഞങ്ങൾ നോക്കാറില്ല. ഇപ്പം ഓണത്തെക്കുറിച്ച് പറയുമ്പം നമുക്ക് കള്ളവും ചതിയും ഇല്ലാത്ത ഒരു ഓണക്കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ, മാവേലി തമ്പുരാൻ്റെ കാലത്ത്. പക്ഷേ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ കള്ളവും ചതിയുമില്ലാത്ത സ്നേഹമില്ലാത്ത ഒരു സമൂഹത്തെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അല്ലേ. അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ ആയുസ്സും ആരോഗ്യവും അവരുടെ കഴിവുമെല്ലാം മക്കൾക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും എല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ അവസാന കാലഘട്ടത്തിൽ ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സ്ഥാപകനായ അഭിവന്യ മാ ജേക്കബ് തുങ്കുഴി പിതാവ് പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഈ ഹോം ഓഫ് ലവ് എന്ന സ്ഥാപനം അഗതികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ഇത്രയും അമ്മമാരും അപ്പച്ചന്മാരും ഞങ്ങളുടെ ഈ ഹോം ഓഫ് ലവിലുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഓണാഘോഷത്തെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഉള്ളതിലും ഉള്ളായ്മയിലൊക്കെ സ്നേഹത്തോടെ സഹകരണത്തോടെ ജീവിക്കണം. എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പോൾ ഓണപ്പാട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. രണ്ടുപേരും പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരില്ലാതെ ഇല്ല പാരിൽ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. എന്താ വോയിസ് അല്ലേ, നല്ല ക്ലിയർ കട്ടായിട്ടായി പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി എല്ലാവരും സിസ്റ്ററിനെ കൊടുക്കാം. അപ്പം വൺസ് അഗൈൻ ഞങ്ങളുടെ ഒരു ഫ്ലവേഴ്സ് ഓണത്തിൻ്റെ പേരിലൊരു എല്ലാവർക്കും കൂടി ഹാപ്പി ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ നല്ലൊരു കയ്യടി പോകുന്നോട്ടെ. ചേച്ചി പാടാൻ പാട്ടോ ഇവിടെ നിന്നോളെ. പേരെന്താ? സരിത. ഏത് പാട്ടാ പാടാൻ പോന്നേ? അമ്പലപ്പുഴ. പാടിക്കോ. അമ്പലപ്പുഴയിൽ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. അപ്പോൾ ഒരു കയ്യടി ആക്കട്ടെ ചേച്ചിക്ക്, നല്ലൊരു കയ്യടി കൊടുക്കാം ചേച്ചി. അപ്പൊ നന്നായിട്ട് പാടി കേട്ടോ. ഒരു സമ്മാനം തരട്ടെ. സമ്മാനം ഇഷ്ടമാണോ? മൈക്ക് പറഞ്ഞേ. ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണാശംസ പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞോ. ഓണാശംസകൾ. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരാൻ പോവാണ് ചേച്ചി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓണത്തിൻ്റെ പേരിൽ ഒരു മനോഹരമായിട്ടുള്ള സ്നേഹ സമ്മാനം ഞങ്ങളുടെയൊക്കെ കേട്ടോ. ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒരു നല്ലൊരു കൈയടി എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്ത് ആ പാട്ടിനുള്ള സമ്മാനം. രണ്ടും ഇങ്ങോട്ട് വാങ്ങിച്ചോ. ആ താങ്ക് യു പറ. താങ്ക് യു. യു ആർ വെൽക്കം. അമ്മ പേരെന്ന് പറഞ്ഞേ? ചെല്ലമ്മ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞോ. ചെല്ലമ്മ. മൈക്ക് അടുപ്പിച്ച് പറഞ്ഞേ. ചെല്ലമ്മ. എവിടുന്നാ വരുന്നേ? വയനാട്. എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഒരു മാസം. ഒരു മാസമേ ആവുന്നുള്ളൂ അല്ലേ? ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഓണമാണ്, നമ്മൾ ആഘോഷിക്കാൻ വന്നതാണ്. ചെല്ലമ്മയുടെ ഓണം എങ്ങനെയാണ്? ചെറുപ്പത്തിലൊക്കെ നല്ല ഉഷാറായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഉള്ള കാലത്തൊക്കെ ഉഷാറായിരുന്നു. പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു
കഴിഞ്ഞിരുന്നത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഈ നിമിഷം പറഞ്ഞു? എന്തെങ്കിലും ആഗ്രഹം? മാവേലിനെ കാണാൻ ആഗ്രഹമുണ്ട്. മാവേലിയെ കാണാൻ ആഗ്രഹമുണ്ട്. ശരി, അത് ഞാൻ സാധിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാവേലിയെ കൊണ്ടുവരും. ഉറപ്പായിട്ടും ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മാവേലിയുടെ വരും. അപ്പോൾ നമുക്ക് ടോപ്പ് സിംഗറിലെ സീസൺ 4 ഒരു സിംഗറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കാം. ലിറ്റിൽ ഏഞ്ചലാണ് ലക്ഷ്യ സികേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോഹരമായിട്ടൊരു പാട്ടുമായിട്ട് വെൽക്കം. പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നു പിണങ്ങാതെ ഒന്നു കൂടി പൊരു പൂവേ, മാനത്തെ കൂട്ടും മഞ്ഞു മൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടി മണി തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചായും ചെല്ലും വാതിലിൽ എന്റെ മുത്തില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ, ഒരു സമ്മാനം കൊടുത്തോട്ടെ മോൾക്ക്? ഒരു ഓണ സമ്മാനം കൊടുക്കട്ടെ? മോൾക്കായിട്ടുള്ള ഒരു ഓണ സമ്മാനം 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ പിടിച്ചോളൂ. അക്കവി നൽകുന്ന മനോഹരമായിട്ടുള്ള ഷർട്ടാണ്. അച്ഛനോട്ട് കൊടുക്കുക കേട്ടോ. ഇനി മോൾക്കൊരു സമ്മാനം തരാം. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു ഓണ സ്നേഹ സമ്മാനം. അപ്പോൾ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഒരു ചെറിയൊരു കളിയിലേക്ക് പോവാം നമുക്ക്, അല്ലേ? അപ്പോൾ ഞാൻ 2 പേരെ വിളിക്കാൻ പോവാണ്. ഉണ്ണിമായ അമ്മയും പുഷ്പമ്മയുടെ വേദിയിലേക്ക് പോവാം. അല്ലല്ല, അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. അപ്പം അതാ ഈ കളറ് കണ്ടോ? ഈ കളറ്. അപ്പോൾ ഈ കളറ് ഉള്ള എല്ലാ ഗ്ലാസും പെട്ടെന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യണം. ഇങ്ങനെ ആക്കണം. കണ്ടോ? അതുപോലെ എല്ലാ കളറും ഒരുപോലെ ആക്കണം. റെഡിയാണോ? ഇതേ കളറ് കണ്ടോ? സ്റ്റാർട്ട്. കൈയ്യടി പോരട്ടെ. ആ അതെ അങ്ങനെ തന്നെ വരട്ടെ. എടുത്ത് വെച്ചോളൂ. ഇനി അടുത്ത എടുക്കാം. ഇനി അടുത്ത ഏത് കളറാണ് നോക്കുന്നത്? അടുത്ത ഏത്? ആ അതെ. കൈയ്യടി പോരട്ടെ. ആ ഇനി ഈ കളറോടെ ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. ആ ഇതും എടുത്ത് വെക്കണം. എല്ലാം പെട്ടെന്ന്. ഇതാ ഇവിടെ ജയിച്ചു. പുഷ്പ ചേച്ചി ജയിച്ചു കേട്ടോ. നല്ലൊരു കൈയ്യടി ആയിക്കോട്ടെ. പുഷ്പ ചേച്ചി അല്ല, 2 പേരും ജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗെയിം. തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷം വരട്ടെ. ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പോൾ തീർച്ചയായിട്ടും 2 പേർക്കും സമ്മാനം കൊടുക്കുക. 2 പേരും ജയിച്ചു കേട്ടോ. അപ്പോൾ നല്ല കൈയ്യടി പോരട്ടെ. ചേച്ചിക്ക് ഉണ്ട് ഫ്ലവേഴ്സ് 24 ചേർന്നിട്ടുള്ള സമ്മാനമാണ് കേട്ടോ. അപ്പം 2 പേർക്കും ഹാപ്പി ഓണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ പാട്ട് കേൾക്കുന്നത്. അപ്പം അറുബേ കടലൊരു മണവാളൻ, കരയൂ നല്ലൊരു മണവാട്ടി, പണ്ടേ പാവിലിടുന്ന പകിടയൊരൊട്ടി കളിയല്ലോ. അറുബി കടലൊരു മണവാളൻ, കരയൂ നല്ലൊരു മണവാട്ടി, പണ്ടേ പാവിലിടുന്ന പവിഴയൊരൊട്ടി കളി. പാട്ട് നന്നായിട്ട് പാടി. കല്ലൂന് നിറഞ്ഞൊരു കൈയ്യടി കൊടുക്കാം. കല്ലുമ്മയ്ക്ക് സമ്മാനം വേണ്ടേ? ഒരു സമ്മാനം തരട്ടെ? ഹാപ്പിയായോ? സന്തോഷമായോ ഈ പാട്ട് പാടിയപ്പോൾ? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? അപ്പം ഞങ്ങളുടെ വകയായിട്ട് ഒരു ചെറിയൊരു സമ്മാനം തരാണ് കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ് ഓണർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഹോം ഓഫ് ലവിൽ വന്നിട്ട് നിങ്ങൾക്ക് തരാതെ പോകുന്നത് ശരിയല്ല. അപ്പം നല്ലൊരു കൈയ്യടി ഒരിക്കൽ കൂടി കൊടുത്തോണ്ട് തന്നെ ആ ഒരു സമ്മാനം കൊടുക്കണം. വാങ്ങിച്ചോണ്ടേ നിങ്ങൾക്ക് വാങ്ങിച്ചോ. നന്ദി. ഹാപ്പി ഓണം പറ. ഉറക്കെ പറഞ്ഞേ. ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ നമ്മൾ കല്ലുമ്മയുടെ പാട്ട് നമ്മൾ കേട്ടു. കല്ലുമ്മയ്ക്ക് കൈയ്യടി കൊടുത്തു. ഇനി അടുത്ത ആരെ വിളിക്കണ്ടേ? ഞാൻ വിളിക്കട്ടെ? ലതാമ്മ വരൂ. റെഡി ആയിട്ടിരിക്കാൻ ഒരു കൈയ്യടി പോരട്ടെ. കണ്ടാ ഷേക്കൻ്റെ ഒക്കെ തന്നോണ്ട് ആദ്യം തന്നെ വന്നത്. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിളിക്ക്, ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ, മുത്താണ് നീ ഞമ്മക്ക്. അള്ളാൻ്റെ ഉമ്മ പല്ലാപ്പു വേണ്ട, 5000 കൊടുക്കാം.
അല്ലാൻ്റെ ഉമ്മ പല്ലാപ്പു വേണ്ട 5000 കൊടുക്കാം. അതിനിപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടിക്കാം. ഐഷാൻ്റെ നിക്കാഹ് പൊടിക്കാം. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലിക്ക്. ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. നല്ലൊരു കൈഡി ആയിക്കോട്ടെ. അപ്പം ലതാമ്മയ്ക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനമുണ്ട്. ഉറപ്പായിട്ടും ആ സമ്മാനം തരാൻ പോവാണ്. സമ്മാനം തരട്ടെ? ലതാമ്മ പിടിച്ചു, സമ്മാനം പിടിച്ചോളൂ. ഹാപ്പി ആണോ? ഹാപ്പിയാണോ? ഓക്കെ, താങ്ക് യു. ഹാപ്പിയായോ? വന്നോളൂ. അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ താണ്ടേ. ഇല്ലെങ്കിൽ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം സമ്മാനം വേണ്ട, മാവേലി മതി എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്നെ കണ്ടപ്പോ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമായി, വളരെ സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. അതിലും കരച്ചിൽ മാത്രമേ ഉള്ളൂ. മാവേലിയോട് ഇത്രയും സ്നേഹമുള്ള ഒരമ്മ, ഈ അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ചെല്ലമ്മ. അവളെ ഞാൻ എന്തായാലും ഇവിടെ അമ്മയെ കാണാൻ വന്നു. അമ്മയ്ക്ക് ഞാനൊരു ഓണക്കോടി തരട്ടെ? ഓ ശരി, തരട്ടോ? ചിരിച്ചോണ്ട് പറ. ശരി. അപ്പോൾ അമ്മയ്ക്കായിട്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സ് ഓണരഥം നൽകുന്ന ഒരു മാവേലിയായിട്ട് വന്ന ഈ ഞാനൂടെ ചേർന്നിട്ട്, എല്ലാവരോടെ ചേർന്നിട്ട്, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ക്രൂ എല്ലാവരോടെ ചേർന്നിട്ട് അമ്മയ്ക്കായിട്ടൊരു ഓണം സമ്മാനം, ഒരു ഓണക്കോടി തരികയാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഒരു 100-150 വയസ്സ് വരെ ഇങ്ങനെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പോട്ടെ. അപ്പം അവർക്ക് മാത്രം, നമ്മളെല്ലാവർക്കും, അതായത് ഇന്ന് ഇവിടെ പെർഫോം ചെയ്ത എല്ലാവർക്കും ചെറിയൊരു സമ്മാനങ്ങൾ തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ വിളിക്കുന്നവർ ഇങ്ങോട്ട് വരുമോ? കല്ലുമ്മ, ലതാമ്മ, അതുപോലെ തന്നെ സരിത ചേച്ചി, എല്ലാവരും ഒന്ന് വരും ഇങ്ങോട്ട്. എവിടെ? കയ്യടി ആയിക്കോട്ടെ, നിർത്തണ്ട. നിങ്ങൾക്കൂടെ ഞാൻ ഓണ സമ്മാനമായിട്ട് ഓണപ്പുടവ തരാൻ പോകട്ടോ. ഇപ്പുറത്ത് നിൽക്കാം. കല്ലുമ്മയ്ക്ക് നല്ലൊരു കയ്യടി പോരട്ടെ. ആ, കല്ലുമ്മയ്ക്കുണ്ട്. ദാണ്ട പിടിച്ചോളൂ. അമ്മയ്ക്കുണ്ട്, പിടിച്ചോളൂ. അപ്പം 3 പേർക്കും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഈ അച്ഛന്മാർക്കൂടെ നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ? വേണ്ടേ? അക്കോയ് നൽകുന്ന ഷർട്ടാണ് നൽകുന്നത്. അപ്പം ഇതിട്ടിട്ട് വേണം നിങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ കേട്ടോ. റെഡിയാണോ? അപ്പോൾ കൊടുക്കട്ടെ അച്ഛാ. അപ്പോൾ എല്ലാവരും ചേർന്ന് കൈയടിച്ചോളൂ. പിടിച്ചോളൂ. അക്കോയ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റാണ്, ഷർട്ടാണ്. അച്ഛ പിടിച്ചോ. കൈയടി കൊടുക്കണ്ട കേട്ടോ, കൈയടി പിടിച്ചോളൂ. മനോഹരമായിട്ടുള്ള ഷർട്ട്, അത് ഇട്ടുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം, തിരുവോണത്തിന് ഇതൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ നിൽക്കാം. അപ്പം ഇതാ പിടിച്ചോളൂ. അക്കോയ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓണ സമ്മാനം 2 പേർക്കും ഉണ്ട്. അപ്പം ഇത് ഇട്ടിട്ട് വേണം ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം കേട്ടോ അച്ഛാ. കയ്യടി ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി ആവാം. ഈ അച്ഛനോട് ഈ ഒരു ഓണ സമ്മാനം കൊടുക്കുകയാണ്. അപ്പം വളരെ വളരെ സന്തോഷം. അപ്പോൾ എന്താ പറയണ്ടേ? കൈയടിക്കും അല്ലേ? അച്ഛൻ്റെ പേര് ഗംഗാധരൻ. അച്ഛന് നല്ലൊരു കൈയടി കൊടുത്തോളൂ. നമ്മുടെ ഓണസമ്മാനം ഫ്ലവേഴ്സിൻ്റെ പേരിലുള്ള ഫ്ലവേഴ്സ് ഓണരഥം, അതുപോലെ തന്നെ അക്കോയിഷായിട്ട് നൽകുന്ന മനോഹരമായിട്ടൊരു സമ്മാനം പിടിച്ചോളൂ. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഓണം എനിക്ക് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഓണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവരോട് ഒപ്പം കൂടിയതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. നമ്മളുടെ ഈ ഒരു ചാലിയം ഓക്സിയാനോസ് ബീച്ചിൽ വന്നപ്പോൾ താങ്ക് യു. ട്രിവാൻഡ്രത്ത് തുടങ്ങി നമ്മളിവിടെ കാലിക്കറ്റിൽ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഓണരഥം. തീർച്ചയായിട്ടും നിങ്ങൾ തന്ന ഒരു സ്വീകരണം വളരെ വളരെ സന്തോഷം. ഇന്ന് ഈ ഒരു സമാപന ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് സാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അദ്ദേഹം ഇവിടെ ഏതാനും നിമിഷങ്ങളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. ഒപ്പം തന്നെ നമുക്കിനി കുറച്ച് നല്ല പാട്ടിലേക്ക് തന്നെ പോവാം. നിറഞ്ഞ കൈയടി കൊടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവാൻ ജിനേഷ് ഓൺ സ്റ്റേജ്. കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ, കതിരവനെതിരെ വിളമുളം കിളിയുടെ ചിറകിലരികേണ
അപ്പോൾ എല്ലാവരും നല്ലൊരു കൈയടി ആക്കണം. നമ്മുടെ ഇവാനും അതുപോലെ പേരെന്താ അഭിജിനും നല്ലൊരു കൈയടി കൊടുക്കാം. ആ പഴയ സ്ട്രോങ് വന്നപ്പോൾ ഒരു ബഹളമില്ലല്ലോ, ഉഷാറായിട്ട് ഒന്ന് കൈയടിച്ചേ. താങ്ക് യു. അപ്പം സമ്മാനം തരട്ടെ, രണ്ടുപേർക്കുള്ള സമ്മാനമുണ്ട് തീർച്ചയായിട്ടും. ആദ്യം തന്നെ ഇവാനുള്ള സമ്മാനം തരികയാണ്. നമ്മുടെ അക്കോയി നൽകുന്ന മനോഹരമായിട്ടൊരു ഷർട്ടാണ് തരുന്നത്. അപ്പോൾ ഈ ഓണം പൊന്നോണമാക്കാൻ നമ്മുടെ ഫ്ലവേഴ്സിനോടൊപ്പം, ഓക്കെ, ഓണരഥത്തിനോടൊപ്പം, ഓക്കെ ആണോ? വാങ്ങിച്ചോളൂ, ഒരു കൈയടിയാവാം കേട്ടോ. താങ്ക് യു. ഹാപ്പി ഓണം. ഫ്ലവേഴ്സിൻ്റെ ഒരു കുടുംബം തന്നെയാണ് മോൻ, അതിനുകൊണ്ട് നമ്മുടെ 24-ൻ്റെ ഫ്ലവേഴ്സിൻ്റെ വകയായിട്ടുള്ള ചെറിയൊരു സ്നേഹ സമ്മാനം കൂടെ. താങ്ക് യു. അപ്പോൾ ഫ്ലവേഴ്സ് ഓണർ നൽകുന്ന അക്കോയ് മനോഹരമായിട്ട് ഷർട്ടാണ് തരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരു കൈയ്യടി തരിക, മനോഹരമായിട്ട് കൈയ്യടി തരിക. അടുത്ത നമുക്കൊരു പെർഫോമൻസിലേക്കാണ് പോകുന്നത്. വീണ്ടും ടോപ്പ് സിംഗറിലെ ഒരു പെർഫോമറാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാടി പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളശ്ശേരി വള വേണം, മാല വേണം, അക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന്. സീസൺ 5-ലെ താരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും ചേർന്നിട്ട്. നല്ല മനോഹരമായിട്ടുള്ള സമ്മാനമാണ് ഈ ഓണത്തിന് നമ്മുടെ അക്കോയിൽ നൽകുന്ന മനോഹരമായിട്ടുള്ള ഷർട്ട് പിടിച്ചോളൂ. ഒപ്പം തന്നെ നമ്മുടെ 24-ഉം അതുപോലെ ഫ്ലവേഴ്സും ചേർന്നിട്ടുള്ളൊരു സ്നേഹ സമ്മാനം. ഓൾ ദ ബെസ്റ്റ് മോളെ, ഓണാശംസകൾ. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ് റിയാസ്, ഒരുപക്ഷെ കേരളത്തിൻ്റെ ടൂറിസം അംബാസിഡർ ആരാണ് എന്ന് ചോദിച്ചാൽ അതെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, അത് ടൂറിസം മന്ത്രിയാണ് എന്നുള്ളത്. വെൽക്കം സർ, വെൽക്കം മുഹമ്മദ് റിയാസ്. ഫ്ലവേഴ്സിൻ്റെ നമ്മുടെ മനോഹരമായിട്ട് ഓണർദം എന്ന ഒരു പ്രോഗ്രാം വൈൻഡപ്പാണ്. അതിൻ്റെ സമാപന ഉദ്ഘാടനത്തിനാണ് സാർ എത്തിയത്. നമ്മൾ ഉള്ളവനും ഇല്ലാത്തവനുമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ ജനിക്കുന്നവരാണ്. ഒരു മനുഷ്യനായി സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നത് അപരൻ്റെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞ് കൈത്താങ്ങായി മാറാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ്. അതിന് നിങ്ങൾ തയ്യാറാവുക. സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹഭാവനയുടെ പ്രതീകമായ ഓണം ആഘോഷിക്കുക. ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓണത്തിൻ്റെ പേരിലും ഞങ്ങളെല്ലാവരുടെ പേരിലും ഒരു ഓണ സമ്മാനം സാറിന് തരികയാണ്. അക്കോയി നൽകുന്ന സദ്യ പോലെ പ്രധാനമാണ് ഓണക്കോടി. അതുകൊണ്ട് റിയാസ് മന്ത്രിക്ക് ഞങ്ങളുടെ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ പ്രിയ സുഹൃത്താണ്. അപ്പോൾ ആദ്യം സമ്മാനിക്കുന്ന ഓണക്കോടിയാണ്. അക്കോയി നൽകുന്ന മനോഹരമായ ഷർട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിനിസ്റ്റർ. ഒരു ക്ലാപ്പ് മിനിസ്റ്റർക്ക്.